പൂപ്പാറ മുള്ളൻ തണ്ടിന് സമീപം വൻ ഭൂമി കയ്യേറ്റവും അനധികൃത നിർമ്മാണവും ഡിജിറ്റൽ സർവേ നടത്തുമ്പോൾ കൈവശ ഭൂമിയെ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഇതര ജില്ലകളിൽ നിന്നുള്ളവരും തമിഴ്നാട്ടിൽ നിന്നുള്ളവരും ഇവിടെ ഭൂമി കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് മേഖലയിൽ വ്യാപകമായ കയ്യേറ്റം നടന്നത്. രാജകുമാരി വില്ലേജ് ബ്ലോക്ക് നമ്പർ 9 റീസർവേ നമ്പർ 138/1, പൂപ്പാറ വില്ലേജ് ബ്ലോക്ക് നമ്പർ 12 റീസർവേ നമ്പർ 111, ബ്ലോക്ക് നമ്പർ 369 എന്നീ സർവേ നമ്പറുകൾ ചേർന്ന് കിടക്കുന്നതും ഏകദേശം 100 ഏക്കറിൽ കൂടുതൽ വിസ്തീർണമുള്ളതുമായ പുറമ്പോക്ക് ഭൂമിയിൽ ഉൾപ്പെടെയാണ് കയ്യേറ്റം നടന്നിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് മേഖലയിൽ വ്യാപകമായ കയ്യേറ്റം നടന്നത്. രാജകുമാരി പൂപ്പാറ വില്ലേജ് ഓഫീസർമാർ ഇവിടെയുള്ള അനധികൃത നിർമ്മാണങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും ഇത് അവഗണിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയായിരുന്നു. ഇവിടെ നിർമ്മിച്ച ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം കൊള്ളുന്ന പടുതാക്കുളം ദുരന്ത നിവാരണ നിയമപ്രകാരം റവന്യൂ അധികൃതർ നികത്തിയെങ്കിലും കൂടുതൽ അനധികൃത നിർമ്മാണങ്ങൾ തുടരുകയാണെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് വില്ലേജ് അധികൃതരെയും റവന്യൂ ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിച്ചതാണ്. പക്ഷെ അവർ പലപ്പോഴും വരും, നോക്കും, അത് തിരിച്ചു പോകും. പക്ഷേ അവരിതിന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇത് വർഷങ്ങളായി കിടക്കുന്ന ഞങ്ങൾ ഈ വസ്തു വാങ്ങിച്ചിട്ട് 40 വർഷത്തിന് മുകളിലായതാണ്. അതിനുശേഷവും ഈ പല പ്രാവശ്യവും ഇത് പല സർവേയൊക്കെ വന്നു പോയിട്ടുണ്ട്. എങ്കിലും ഇത് ഇപ്പോഴും ഗവൺമെൻറ് ഭൂമിയായി കിടക്കുന്ന വസ്തു തന്നെയാണ്. പക്ഷേ ഇവർ ഈ പട്ടയം കിട്ടുന്ന വ്യാജേന മറ്റു ആളുകൾക്ക് സ്ഥലം കൈമാറുന്നുണ്ട്, ബിൽഡിങ്ങുകൾ പണിയുന്നുണ്ട്, കുളങ്ങൾ നിർമ്മിക്കുന്നുണ്ട്, എയർ കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു സാഹചര്യം നിലവിലിപ്പോൾ. ഈ അവധി ദിവസങ്ങളിൽ അതുപോലെ ഈ ഗവൺമെൻറ് തെരഞ്ഞെടുപ്പ് വരുന്ന സമയങ്ങളിൽ ഇവരെ ഉദ്യോഗസ്ഥന്മാരുടെ തിരക്കുള്ള സമയങ്ങളിലാണ് ഇവരൊന്ന് അധികൃതമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ നോക്കാറുണ്ട്, പലപ്പോഴൊക്കെ നോക്കാറുണ്ട്. അവരൊരു പ്രശ്നം പോലെ വന്ന് നോക്കും, തിരിച്ചു പോകും. അത് തന്നെ അവസ്ഥ. കൃഷി ആവശ്യങ്ങളുടെ പേരിലാണ് പുറമ്പോക്ക് ഭൂമി കയ്യേറിയതെങ്കിലും ഇവിടെ താൽക്കാലിക ഷെഡുകൾ നിർമ്മിച്ച് ടൂറിസം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് കയ്യേറ്റക്കാരുടെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.